ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു, ഒന്ന് റെഡി ആവാൻ പറഞ്ഞിട്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനുമല്ല, ബീച്ചിൽ പോകാനാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ദുബായിൽ ഒരു ബീച്ചുണ്ട്, മംസാർ ബീച്ച്. ഇവിടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ബീച്ച് വരുന്നത്. സോ അങ്ങോട്ടേക്ക് ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞു. പനിയാണ്, ജലദോഷമൊക്കെ പിടിച്ച് തുമ്മി നാശമായിട്ട് ചുമച്ചൊരു ഊപ്പാട് വന്നിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഈ മൂഞ്ചി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് എന്നിരുന്നാലും പുറത്തൊക്കെ പോകാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. സോ ഈ പറ്റിലൊരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. അങ്ങനെ എണീറ്റു ബീച്ചിൽ കുളിക്കാനുള്ള പ്ലാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ എൻ്റെ ഒരു ബ്രാലറ്റും ഇട്ട് ഒരു ഷോർട്ട്സും ഇട്ടിട്ട് എൻ്റെ മകൾ ഈ ഒരു ഡ്രസ്സും ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ അവിടെ പോയിട്ട് തിരിച്ച് വരാൻ എന്തായാലും വെള്ളത്തിലിറങ്ങി നനയുമല്ലോ. സോ തിരിച്ച് ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്തായാലും വെള്ളത്തിൽ ചാടാൻ പോകാനാണ്. പിന്നെ അവിടെ ആരിയ്ക്കുന്നു നമ്മളെ അറിയുന്നവരും കാണുന്നവരും ഒക്കെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ കുളത്തിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. ആദ്യം പറയാൻ മറന്നു. സോ വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ബീച്ച് ഔട്ടിംഗ് ആണ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ റെഡിയായി. എൻ്റെ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചാൽ ഈ ഒരു ചപ്പലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ഇനി വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കുക. നിലവിലത്തെ അവസ്ഥയിൽ റൂം ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. എത്രയൊക്കെ നമ്മൾ ഒതുക്കി പറക്കി വെക്കാൻ ശ്രമിച്ചാലും ഇത് ഇങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ ഗൈസ്. ഐ എം ദ സോറി. സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, ഒന്ന് സഹകരിക്കുക. പിന്നെ ഈ കാണുന്ന അലങ്കോല പണികളൊന്നും ഞാൻ ചെയ്തതല്ല. ഇതിന് മുന്നേ ഈ റൂമിൽ നിന്ന കുട്ടികളുടെ കലാവിരുദ്ധകളാണ്. ഞാൻ ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങളൊന്നും കാണിക്കാറില്ല. ഓക്കെ, ഞാൻ വളരെ നല്ല കുട്ടിയാണ്. കാരണം എനിക്ക് റൂം കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് സൂക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഉള്ളൊരു പ്രസൻറ്റ് മൊമെൻറ്റിൽ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പം വൺ ടൈം യൂസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം യൂസിന് വേണ്ടിയിട്ട് അതിങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ്. അതാണിങ്ങനെ ഷഫിളായിട്ട് കിടക്കുന്നത്. സോ ഡോണ്ട് വറീഡ് ഓർ ബോതർഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, പോകാൻ വേണ്ടി റെഡിയായി. 2-3 ഗേൾസും കൂടെ വരാനുണ്ട്. സോ അവരും കൂടെ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങാം. ശരിക്കും എനിക്ക് തീരെ വയ്യ, നല്ലതായിട്ട് ത്രോട്ട് പെയിൻ ഉണ്ട്. ആക്ച്വലി ഇപ്പം ഇവിടുത്തെ ഈ സീസണൊക്കെ കഴിഞ്ഞു, പനിയുടെ സീസൺ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എനിക്ക്. പക്ഷെ ഇപ്പോഴാണ് എന്താ പറയുന്നത്, പനി വരുന്നതും തോന്നുന്നുണ്ട്. കാരണം എൻ്റെ സൗണ്ടൊക്കെ നല്ല മാറി. ഇന്നലെ മുതൽ എനിക്ക് നല്ലതായിട്ട് ത്രോട്ട് പെയിൻ ഉണ്ട്. രാവിലെ ഇന്ന് റൂമിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലേശം വയ്യ. പിന്നെ ഇപ്പോൾ ഒരു സിട്രസിൻ ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടന്നതാണ്, അപ്പോഴാണ് ഈ വിളി വന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള വിളികളൊക്കെ വല്ലപ്പോഴുമേ നമ്മളെ തേടി വരാറുള്ളൂ. സോ വരുന്ന അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, തട്ടിക്കളയരുത്, അത് യൂസ് ചെയ്യണം. ആ ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഈ ഡ്രസ്സ് പിന്നെ ചെന്നൈയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ചെന്നൈയിലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആ സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്. 2022 or 23 സംതിങ് ആ ടൈമിൽ എടുത്ത ഡ്രസ്സാണ് ഇത്. എൻ്റെ ഫ്രണ്ട് ധീരജ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൻ ഈ കളറും മെറ്റീരിയലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. സോ ഫ്രം ദാറ്റ് ടൈം ടു ടിൽ നൗ ദിസ് ഈസ് മൈ ഫേവറേറ്റ് വൺ. കാരണം ഇത് നമ്മൾ വണ്ണം വെച്ചാലും വണ്ണം കുറഞ്ഞാലും അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിക്ക് ഷേപ്പിനനുസരിച്ച് കിടന്നുള്ളൂ. കാരണം നമ്മളിത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ കളറ് നല്ല കളറാണ്, നല്ല ഒരു എന്താ പറയുക, ആർമി ഗ്രീൻ കളർ, ഡാർക്ക് ആർമി ഗ്രീൻ കളർ. സോ ഈ ബോഡിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനും എളുപ്പമാണ്. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പോയിട്ട് വരാമേ. ബാക്കി വീഡിയോ ഞാൻ പോകുന്ന വഴിക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, കം ലെറ്റ്സ് ഗോ. പടികളൊക്കെ ഇറങ്ങി ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു.
സോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആക്ച്വലി നല്ല പ്ലേസ് ആണ് കേട്ടോ. മൈൻഡൊക്കെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും വന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ നട്ടുച്ചയ്ക്കാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഒരു ഏർലി മോർണിംഗ് അതായത് സൺറൈസിങ് ടൈം അതുപോലെ തന്നെ സൺസെറ്റ് ടൈമിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു വൈബൊക്കെ ഉള്ള സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ കപ്പിൾസായിട്ട് വരാൻ എനിക്ക് കൂട്ടുകാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നു. വേറെ 1-2 ഗേൾസ് വരുന്നെന്ന് പറഞ്ഞിരുന്നു, ബട്ട് അവർ വന്നില്ല. ബിക്കോസ് ദേ ആർ ഇൻ പീരിയഡ്സ്. സോ ആ ടൈമിൽ വന്ന് വെള്ളത്തിൽ ചാടാനും അങ്ങനെയുള്ള കലാപരിപാടികൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ മെൻസ്ട്രൽ കപ്പൊന്നും യൂസ് ചെയ്യുന്നവരല്ല. മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോഴും പാഡിൽ തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് അവർ വന്നിട്ടില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഓക്കെ, ഇനി ബീച്ച് സൈഡിലോട്ട് പോവാണ്. ഇവിടെ പക്ഷെ ഫുള്ള് പൂക്കളാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇങ്ങനെ വഴിയിലൊക്കെ എവിടെ ഇറങ്ങിയാലും റോഡ് സൈഡിലൊക്കെ നിറയെ പൂക്കളുണ്ട്. ഇപ്പോൾ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കിനും ആ പൂ മാറ്റിയിട്ട് അടുത്ത ചെടി ഇങ്ങനെ കൊണ്ടുവച്ച് നട്ട് ഫുള്ളിങ്ങനെ അടിപൊളിയാക്കി വെച്ചിരിക്കും. ആ ഒരു കാര്യത്തിലൊക്കെ ഇവിടെ ഭയങ്കര ഒരു രസമാണ്. ശരിക്കും അതൊക്കെ ഒരു പീസാണ്. നാച്ചുറൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ അപ്പുറത്തെ വ്യൂ കാണിച്ചു തരാം. സോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഹായ്, അവിടെ ഒരു സായിപ്പൊക്കെ നിൽപ്പുണ്ട്. ഫോൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഹായ് ഹായ്. ഇവിടെ മറ്റേ ഡ്രിങ്ക്സ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്പോട്ട്സ് ആണെന്ന് തോന്നുന്നു ഈ ഇതൊക്കെ.
അങ്ങനെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുളിക്കാൻ വേറെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജെൻസിന് വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ തന്നെ കുളിക്കാനുള്ള. നല്ല അടിപൊളി സെറ്റപ്പൊക്കെയാണ്. നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചപ്പോൾ എന്ത് ആശ്വാസം എന്നറിയാമോ. ശരിക്കും കുറേ നാളിന് ശേഷമാണ് ഷവറിലൊരു ഹോട്ട് ബാത്ത് എടുക്കുന്നത്, ലൈക്ക് ഹോട്ട് വാട്ടർ ബാത്ത് എടുക്കുന്നത്. ഞങ്ങളുടെ വില്ലയിൽ ഷവറൊക്കെ ഉണ്ട്, പക്ഷെ ഹോട്ട് വാട്ടർ വരത്തില്ല. ലൈക്ക് സോളാറിന് എന്തുകൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതെന്തോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മറ്റേ കോയിൽ വെച്ച് ഹീറ്റർ വെച്ച് വെള്ളം ചൂടാക്കി വേണം കുളിക്കാൻ. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. എപ്പോഴും അത് നമുക്ക് ഒരേ ഒരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുളിച്ചു, കുട്ടത്തിയായിട്ട് നിൽക്കുന്നു. ഇനി നേരെ പോകണം, ഫുഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം എത്ര ആയെന്ന് ഞാൻ നോക്കിയില്ല. ഇനിയിപ്പോൾ ഉറങ്ങാനൊന്നും ടൈം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി മോന്തയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതായി കോലമായി ഇപ്പം. അമ്മീ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ചേക്കാറാൻ വരും. തിരിച്ച് വരുന്ന വഴിക്ക് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന കടയിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഞങ്ങളൊരു ചായ കുടിച്ചതും പിന്നെ നൈറ്റിലത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചതും. പിന്നെ എങ്ങനെ നിന്നത് ആ സൈഡിൽ നിൽക്കുന്ന ചേട്ടനെ ഞാനങ്ങ് വളച്ചു, പഞ്ചാര അടിച്ച് ചിരിച്ചു വീഴ്ത്തിയതാണ് കേട്ടോ. പിന്നെ അതിനകത്ത് നമ്മുടെ 90s കുറേ നൊസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷവും എന്തൊക്കെയോ തോന്നി. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് മാംഗോ ബൈറ്റ്സ്. അങ്ങനെ ഇവിടെ നിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂട് പിന്നെ പപ്സ് വാങ്ങിച്ച് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, 2-3 ഹാഫ് ബോയിൽ, തമിഴിൽ ഹാഫ് ബോയിൽ നമുക്ക് ഓംലെറ്റ് അല്ലല്ലോ മനസ്സിലായി എന്താണ്ടൊക്കെ വാങ്ങി തിന്നു. അന്ന് ഫുള്ള് തീറ്റിയായിരുന്നു. പിന്നെ അതെൻ്റെ ബോംബെ പോടാന്നാണ് ഞങ്ങളുടെയൊക്കെ അവിടെ പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്തോ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അതും ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ നൈറ്റിലത്തേക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. സോ ഈ കട ഞാൻ എന്തായാലും മിസ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വില്ലയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വില്ലകളുടെയൊക്കെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരമ്മ പെറ്റ അളിയന്മാരെ പോലിയ എല്ലാവരും. ഇത് നോക്ക്, 2-3 അടുത്തടുത്ത് ഇരിക്കുന്നത്. പക്ഷെ ഏതാണെന്നൊന്നും ഒരു പിടുത്തവും കിട്ടത്തില്ല കേട്ടോ. അറിയാത്തവനെങ്ങനെ വരുന്നുണ്ടെങ്കിൽ പെട്ടുപോകും. എല്ലാം ഒരച്ചി വാർത്ത പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഊരുതണ്ടൽ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒന്ന് മൈൻഡ് റിലാക്സായി, ഒന്ന് റിലീഫായി സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ അത്യാവശ്യം നല്ല സ്ട്രെസ്സിലും ടെൻഷനിലും കുറച്ച് മൈൻഡ് ബ്രേക്ക് ഡൗൺസിലൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്കൊരു റിലാക്സേഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബാക്ക് ടു ദ നേച്ചേഴ്സ് ലാപ്പ് എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബ്രോക്കൺ ഫീലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഈ കടൽ തീരത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ പോയിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നല്ല സീനറീസ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ നല്ല പീസ്ഫുൾ വൈബൊക്കെ കിട്ടുന്ന ഒരു ഗാർഡൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മൈൻഡ് ഒന്ന് സ്ട്രെസ് ഫ്രീ ആവും. ഒരു ഭയങ്കര റിഫ്രഷിങ് ഫീൽ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ്. നേച്ചറിന് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് റൈറ്റ് നൗ ഐ ആം ഫീലിംഗ് സോ മച്ച് റിഫ്രഷ്ഡ് ആൻഡ് ലൈറ്റ്. ഭയങ്കര ഹെവി ആയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ഞാൻ ലൈറ്റായിട്ടാണ് തിരിച്ച് വന്നേക്കുന്നത്. ബട്ട് ഇത് തിരിച്ച് വീണ്ടും ഹെവി ആവും. എന്നിരുന്നാലും അറ്റ് ദിസ് മൊമെൻറ്റ് ഐ ആം ലൈക്ക് ഹാപ്പി. ഐ ഫീൽ മച്ച് ബെറ്റർ. മെൻ്റലി ഐ ഫീൽ മച്ച് ബെറ്റർ. ബട്ട് ഈ മെൻ്റലി ബെറ്ററിൻ്റെത് ഫിസിക്കലി ഐ വിൽ ബി ഡാമേജ്ഡ്. ബിക്കോസ് ഓൾറെഡി എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു. ഇപ്പം പോയി വെള്ളത്തിലൊക്കെ ചാടി വെയിൽ കൊണ്ടു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിച്ചു, എല്ലാം കൂടെ ആയിട്ട് ശുഭം എന്ന് എഴുതി കാണിക്കാം. മറ്റേ സിനിമയൊക്കെ തീരുമ്പോൾ ലാസ്റ്റ് എഴുതി കാണിക്കില്ലേ, അത് തന്നെയായിരിക്കും അവസ്ഥ. എനിവേ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്നിരുന്നാലും കുഴപ്പമില്ല. കാരണം ഈ വർഷം ദുബായിൽ ഇപ്പം വന്നിട്ട് 5-6 മാസം ആയെങ്കിലും ഇതുവരെ എനിക്ക് പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, തുമ്മൽ തുടങ്ങിയവയൊന്നും ഏശിയിട്ടില്ലായിരുന്നു. അടുത്ത് കൂടെ പോലും പോയില്ല.
ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എനിക്ക് എത്തിയത്. എനിവേ ഐ എം ഗ്ലാഡ് ഫോർ ദാറ്റ്. പിന്നെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത് ചാർക്കോളായിരുന്നു കേട്ടോ. അത് ഗ്രീൻ ചില്ലി അത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഓക്കെ ബൈ. ഇത് ഫുഡ് കഴിക്കൽ ചടങ്ങിലേക്കാണ് ഗൈസ് ഞാൻ കിടക്കാൻ പോകുന്നത്. എനിക്ക് കൂട്ടിനായി അമ്മുക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അമ്മുക്കുട്ടിയാ? അതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതെൻ്റെ ഒരു സഹവാസിയാണ്. ഇപ്പോഴത്തെ ന്യൂ ഇയറിന് കിട്ടിയതാണ് ഇതിനെ. ശരിക്കും കണ്ട ഒരു പൂച്ചയെ പോലെയൊക്കെ തോന്നും. കെട്ടിപ്പിടിച്ചൊക്കെ കിടന്ന് ഉറങ്ങാനൊക്കെ അടിപൊളിയാണ്. അപ്പം ഇവളിവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ തന്നെ ഫുഡ് കഴിക്കട്ടെ. വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഇതിപ്പോൾ ചൂടോടെ കഴിച്ചാലേ കൊള്ളത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. എന്താ പറയുന്നേ, അത് തന്നെ. അപ്പം ഞാൻ കഴിക്കട്ടെ. മണുഗുണൈസാണോ ഇത്? എന്താണ്ട് ഒരു സാധനം. മണുഗുണൈസ് അല്ല, മണുഗുണൈസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇത് ഗാർലിക് പേസ്റ്റ് ആണെന്ന്, ഗാർലിക് ചട്നി അങ്ങനത്തെ എന്തോ ഒരു സാധനം. ഇതൊന്നും എനിക്കിഷ്ടമല്ലാത്ത സാധനമാണെന്ന് തോന്നുന്നത്. മറ്റേ എന്താണ് എന്ന് പറയുന്നത്, ഈ എന്താ പേരും മറന്നു, ആവശ്യമുള്ള പല്ലിൽ ഓർമ്മ വരത്തില്ല. കടല അരച്ചത് എന്തോ സാധനം. ഓക്കെ, അതിനകത്ത് 3-4 പീസസ് ഓഫ് നാനോ എന്തേനു പറയുന്നത്, റൊട്ടിയോ എന്തോ ഒരു സാധനം. വെജീസ് ഒക്കെ ഉണ്ട്, വെജീസ്. ഓക്കെ, നൈസ്. ഡെക്കറേഷനൊക്കെ കൊള്ളാം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പച്ച അമ്മച്ചിന്ന് വിളിക്കണം. ആക്ച്വലി ഇത് ഗ്രീൻ ചില്ലിയാണ് ഓർഡർ ചെയ്തത്. ഇല്ല, പച്ച തവളെ പോലെയൊക്കെ ഇരിക്കുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫസ്റ്റ് തോന്നി കേട്ടോ. തവള ഇരിക്കുമല്ലോ, അതുപോലെ ഉണ്ട്. എന്നെ വേണ്ടി തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. ഫുഡൊക്കെ വാങ്ങിച്ചത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. അപ്പം ഗ്രീൻലാൻഡിൽ നിന്ന് ഗ്രീനായിട്ട് തന്നെ ഒരു സാധനം എടുത്തു. അവരാ സജസ്റ്റ് ചെയ്ത് ഇത് നല്ലതാണെന്ന്. അതിൻ്റെ വാവ് എഫക്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും ലൈക്ക് ഫുഡ് ഓക്കെയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നാട്ടിലെ ഫുഡ് കഴിച്ചാണോ എന്നറിയത്തില്ല. ഇവിടുത്തെ ഫുഡ് എനിക്ക് പിടിക്കത്തേ ഇല്ല. ഇവിടുത്തെ ഒരു സാധനത്തിന് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഒരു ഫ്രൈഡ് റൈസിന് പോലും എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല. ഇവിടെ നിന്ന് നാട്ടിലുള്ള ഓൾമോസ്റ്റ് ഫുഡ് കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അൽഫാം, ഷവായി, ഷവാർമ, ബർഗർ, പിന്നെ ബ്രോസ്റ്റഡ്, പിന്നെ അതുപോലെ അൽഫാമാണെന്ന് ആദ്യം പറഞ്ഞേ, മന്തി, കുന്തി, ബിരിയാണി. എനിക്കറിയത്തില്ല, പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണവും കൊള്ളത്തില്ല. ഈവൻ KFC പോലും നാട്ടിലത്തേന് വേറൊരു ടേസ്റ്റാണ്, ഇവിടുത്തെ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. പിന്നെ ആകെ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്ന പോലെ ഇവിടെ കേരള റെസ്റ്റോറൻറ്റ് ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ചോറും മീൻകറിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുഴപ്പമില്ല. ഒരുവിധം നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. ബാക്കി ഉള്ള ഫുഡുകളൊന്നും നമ്മൾ വിചാരിക്കുന്നൊരു സാധനം വരത്തില്ല. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ. നമ്മൾ നാട്ടിൽ ഓൾറെഡി കഴിച്ച് ഒരു ടേസ്റ്റ് പിടിച്ചൊരു സാധനങ്ങൾ നമ്മൾ ആദ്യം എക്സ്പെക്റ്റേഷനോടുകൂടി വാങ്ങിച്ചിട്ട് കഴിക്കുമ്പം ആ എക്സ്പെക്റ്റേഷൻ്റെ 4% പോലും അതിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഭയങ്കര ഭയങ്കര പതറ്റിക്കാണ്. ഫുഡെന്ന് പറയുന്നത് നമ്മൾ ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു തൃപ്തി വേണം. വയറ് നിറയുന്നതിലുപരിയായിട്ട് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതാണ് മെയിൻ. കുറച്ചേ കഴിച്ചോളൂ, ഇങ്ങനെ കഴിക്കുന്നത് നമ്മൾ ടേസ്റ്റായിട്ട് കഴിക്കണം. പിന്നെ എപ്പോഴും ഈ തത്വങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നില്ല. കാരണം സാഹചര്യം അനുസരിച്ച് നമുക്കിത് മാറ്റണമല്ലോ. ചില ടൈമിൽ എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതി എന്നായിരിക്കും. അന്നേരം പിന്നെ വിശന്ന് ഭ്രാന്തടിച്ചിരിക്കുമ്പോൾ ടേസ്റ്റോ ഈ പറയുന്ന തത്വങ്ങളോ ഒന്നും നമ്മൾ നോക്കാൻ നിൽക്കത്തില്ല. കൈ കിട്ടുന്ന തിന്നും.
എന്നിരുന്നാലും ഞാനൊരു കോമൺ ഫാക്റ്റാണ് പറഞ്ഞത് കേട്ടോ. ആരും ഇനി ഇത് കേട്ടോണ്ട് എൻ്റെ നെഞ്ചത്തെ പൊങ്കാലിടാൻ വരണ്ട. ഞാൻ തിന്നുന്ന കാണിച്ച് വെറുപ്പിക്കുന്നു കൊതിപ്പിക്കുന്നുമില്ല. ഇതൊന്നും ബാക്കി സംസാരിക്കാം. തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു റൂമിൽ വന്ന് കയറിയപ്പോഴത്തേക്കും എൻ്റെ മൂക്കൊലിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ചോറുകളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഉറങ്ങണം, അതിനുള്ള പുറപ്പാടാണ്. മൂഞ്ചി കാണുമ്പോഴേ മനസ്സിലാവുമായിരിക്കും എന്തവസ്ഥയിലാണ് ഇരിക്കുന്നത്. നോക്കിയിട്ടൊക്കെ ഉറങ്ങാൻ പോയി ഉറങ്ങിയതിന് ശേഷമുള്ള വിശേഷം അപ്പം വയ്യ ഗൈസ്. കാണിട്ടിട്ട് ഒട്ടും വയ്യ. പനി, ചുമ, ശ്വാസം എടുക്കാൻ പറ്റുന്നു. മണ്ടേ കടച്ചിരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ട് പറയുന്നത്. അപ്പം ഇന്ന് ജോലിക്ക് പോകുന്നില്ല. വിളിച്ചൊരു ലീവ് എടുത്തു. ചുക്കാപ്പി ഇടുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ചുക്കാപ്പിയും കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ടാറ്റ, നാളെ കാണാം.